ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കറിയാം, ഇന്നൊരു എല്ലാ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ ദേവാലയങ്ങളിലും, ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലും ഈ ജമീമ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് താരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എല്ലാ വൈദികരും നമുക്കറിയാം, ഈ ജമീമ എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു, ലാറ്റിൻ കാത്തലിക്കായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു കത്തോലിക്ക സഭ ഉപേക്ഷിച്ച് പെന്തക്കോസ്തിലോട്ട് പോയൊരു വിശ്വാസിയാണ്. പെന്തക്കോസ്ത് ഗ്രൂപ്പിലോട്ട് പോയതാണ്. ഇപ്പോൾ ചില വൈദികരെല്ലാവരും ഇവരെങ്ങനെ പ്രശംസിച്ച് ഇടവകയിലൊക്കെ എന്തോ വലിയൊരു കാര്യം കിട്ടിയതുപോലെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, അക്രൈസ്തവരായവരും ഒരുപാട് ആളുകൾ ഒന്നാം റാങ്കിൽ ഇരിപ്പുണ്ടേ. അതിനെ നമ്മൾ പറയണം. നാളത്തെ ഗെയിമിൽ ഒരുപക്ഷെ ജമീമ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ദൈവത്തെ കുറ്റം പറയൂ. അപ്പോൾ സ്പോർട്സ് പരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ വിജയിക്കുക എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. അതവർ നന്ദി പറയണേ, അതവിടെ കഴിഞ്ഞു. അതിനെ അന്തിചർച്ചയ്ക്ക് നമ്മൾ ദേവാലയങ്ങളിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം നദാനിയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മുസ്ലിങ്ങളുടെ തീവ്രവാദത്തിൽ അവരുടെ വാക്ക്, ദൈവത്തെ, അവരുടെ വിശ്വാസത്തെ ഏറ്റുപറയണമെന്ന് പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞ് സ്വയം മരണത്തിന് തന്നെ സമർപ്പിച്ച് കൊടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നദാനിയേൽ. അതാണ് നമ്മൾ പ്രസംഗത്തിൽ പറയേണ്ടത്. അതെന്തുകൊണ്ട് ആരും പറഞ്ഞില്ല? അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വിജയിക്കുന്നവനെ മാത്രമല്ല നമ്മൾ പറയേണ്ടത്. ഓസ്ട്രേലിയ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അപ്പോൾ അവരുടെ കൂടെ ക്രിസ്തു ഇല്ലായിരുന്നോ? വന്ന ആരും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരാണോ? ചില വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അക്രൈസ്തവർ ഒന്നാം റാങ്കിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് പറയും? ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അത് അവിടെ കഴിഞ്ഞു. അതിനെ അന്തിചർച്ചയ്ക്ക് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ടോപ്പിക്കായിട്ട് എടുത്താൽ നാളെ അവർ തോറ്റൊരു ദൈവം കൈവിട്ടെന്ന് നമ്മൾ പറയുമോ? അവർ കത്തോലിക്ക സഭയിൽ നിന്ന് മാറിയവർ കൂടെയാണ്. അടുത്ത് ആഫ്രിക്കയുടെ ഇതാണ്, അവരും ക്രിസ്ത്യൻ രാജ്യമാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതിങ്ങനെ ഉയർന്നും താഴ്ന്നും ഇരിക്കും. അതൊക്കെ നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നാളെ ഇവർ ദൈവം കൈവിട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒന്നാമത് സഭയിൽ നിന്ന് മാറി പെന്തക്കോസ്തിലോട്ട് പോയവർ കൂടിയാണ്. പുരോഹിതരായിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. നാളെ നിങ്ങളിത് പറയുമ്പോഴേ ഒരു കാര്യം ചിന്തിക്കണം. പുരോഹിതരായി നിങ്ങളിതിനെ പ്രശംസിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലയുറച്ച് കയറി വരുന്ന ഒരുപാട് ജനതകളുണ്ട്. അവർ ഈ കൂദാശകളും കുമ്പസാരവും കൂദാശയും കുർബാനയും ആശ്രയിച്ച് ജീവിക്കുന്നവരാ. നിങ്ങളിങ്ങനെ ഈ പെന്തക്കോസ്ത് ഗ്രൂപ്പിലുള്ളവരുടെ വിജയത്തെ ഇങ്ങനെ അതിശക്തമായി പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സഭയിൽ നിന്ന് ഈ മണ്ണൊലിച്ചു പോകുന്നത് പോലെ ജനങ്ങളിങ്ങനെ അവിടെയാണ് ക്രിസ്തു ഉണ്ട്, അവിടെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ ഇനി നാളെ കാണേണ്ടി വരും. അതുണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. പ്രശംസ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ആരെയും വിമർശിക്കാനായിട്ട് പറയുന്നതല്ല. നമ്മൾ നമ്മുടെ സ്ഥാനം മറന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനൊക്കെയുള്ളൂ.